ഇന്നലെ രാവിലെ ഒരു 11:15 കൂടി കർണാടകയിൽ ഹൈവേയിൽ വെച്ചിട്ട് അതുള്ളി പറഞ്ഞാല് എത്തിക്കിട്ടിയതായിട്ട് നമ്മൾ അതിന്റെ തുടർന്നിട്ട് ഇവിടെ 381/2026 കർണാടകപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ടൂർ രൂപീകരിച്ചുള്ളൂ. DCP കൊല്ലം സിറ്റിയിലെ നേതൃത്വത്തിൽ ACP കൊല്ലം, ACP ചാത്തനോട് ഇവിടെയുള്ള സ്പെഷ്യൽ സ്ക്വാഡ് എല്ലാവരായിട്ട് ഒരു മേജർ ടീം രൂപീകരിച്ചിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് വിത്തിൻ 2 hours തന്നെ നമുക്കൊരു വൺ ഓഫ് ദ മെയിൻ അക്യൂസ് ഇവിടെ കർണാടകയുടെ ഔട്ടറിലെ തന്നെ നമുക്ക് കിട്ടിയിരുന്നു. സോ അത് മാത്രമല്ലാതെ 2 co-accused ഈ പറഞ്ഞ കേസിലെ ബന്ധപ്പെട്ട 2 co-accused നമുക്ക് കിട്ടിയിരുന്നു. പിന്നീട് ഇതിന്റെ ഒരു മേജർ ലെവൽ ഓപ്പറേഷൻ ആയിരുന്നു. ഡിലീജി അടക്കം ട്രിവാൻഡ്രം DIG അടക്കം ഇവിടെ സ്റ്റേഷൻ ചെയ്തിരുന്നു. സോ മൊത്തം എല്ലാ സീനിയർ ഓഫീസേഴ്സും ID സൗത്ത് സോൺ വരെ എല്ലാവരും ഇവിടെ ഒരു മേജർ ഓപ്പറേഷൻ ആയിട്ട് കംപ്ലീറ്റ് സൗത്ത് സോൺ കേരള സൗത്ത് സോൺ കേരള പോലീസിന്റെ സൗത്ത് സോൺ കംപ്ലീറ്റ് ആയിട്ട് മൊബിലൈസ് ചെയ്ത് എല്ലാ DCPs അടക്കം ഓൺ ഫീൽഡില് ഈ പറഞ്ഞ 4 പ്രതികൾ മെയിൻ പ്രതികളെ പിടിക്കാൻ വേണ്ടി സ്പെഷ്യൽ ടീമും ബോർഡർ ടീമും ചെയ്തിരുന്നു. അത് മാത്രമല്ലാതെ ഇന്റർസ്റ്റേറ്റ് ബോർഡേഴ്സ് തമിഴ്നാട് ഇന്റർസ്റ്റേറ്റ് ബോർഡേഴ്സ് ആയിട്ട് കന്യാകുമാരി, ദിണ്ടുഗൽ, തേനി അങ്ങനെ എല്ലാ ഇന്റർസ്റ്റേറ്റ് ബോർഡേഴ്സും ടീം ചെയ്തിരുന്നു. അവിടുത്തെ തമിഴ്നാട് പോലീസിനെ അറിയിച്ചിരുന്നു. സോ ഇത്രയും നമ്മൾക്ക് ചെയ്തു. ഇന്നലെ റേഞ്ച് ലെവൽ ബോംബിംഗ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ANPR ക്യാമറ വഴി ഈ വണ്ടി നമുക്ക് ഇവര് യാത്ര ചെയ്ത വണ്ടിന്റെ വിഷയങ്ങൾ കിട്ടിയിരുന്നു. സോ അതിന്റെ പുറകുള്ള കോട്ടയം പോലീസും നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ സ്ക്വാഡും വണ്ടി ചേസിനൊക്കെ ചെയ്തിട്ട് മുണ്ടക്കയം ഭാഗം വരെ ഏകദേശം 1 മണിക്കൂറിന്റെ ഒരു ചേസിലും എല്ലാ വെഹിക്കിൾസും റൗണ്ട് അപ്പ് ചെയ്തിട്ട് ഈ വണ്ടിയെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടിയിരുന്നതും അപ്പം അവിടുത്തെ പബ്ലിക് അടക്കം നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഈ 4 പേരും ഇറങ്ങി ചാടി ഓടിയ സമയത്ത് പബ്ലിക് അടക്കം അവിടുത്തെ പോലീസായിട്ട് സഹായിച്ച് ഈ 4 പേര് നമുക്ക് പിടികൂടിയിരുന്നു. ഏകദേശം വിത്തിൻ 12 hours തന്നെ ഈ കേസായിട്ട് ബന്ധപ്പെട്ട് മേജർ അക്യൂസ്ഡ് 6 പേരാണോ ഈ ക്രൈം സീനിൽ തന്നെ ഉണ്ടായിരുന്ന 6 അക്യൂസ്ഡ് നമ്മൾ പിടിച്ചു. അത് മാത്രമല്ലാതെ 2 co-accused ഹാർബർ ചെയ്തവരായിട്ടും പ്ലസ് ഇവർക്ക് വണ്ടി സഹായം പ്ലസ് ബാക്കി സഹായങ്ങളൊക്കെ നേരത്തെ പ്ലാനിങ്ങിലൊക്കെ ഉണ്ടായിരുന്ന രീതിയിലുള്ള ആൾക്കാരെ നമ്മൾ പിടിച്ചിരുന്നു. സോ ഈ പറഞ്ഞ ഒരു ഓപ്പറേഷൻ നമ്മൾ കേരള പോലീസ് ഒരു തരത്തിലും ഗൂണ്ടാ ആക്രമണങ്ങൾക്ക് ടോളറൻസ് കാണിക്കില്ല, യാതൊരു വിട്ടുവീഴ്ചയില്ല. അതിന്റെ ഒരു മേജർ ഡിസ്പ്ലേ ആണ് ഈ പറഞ്ഞ കംപ്ലീറ്റ് സൗത്ത് സോൺ മൊബിലൈസ് ചെയ്ത് നമ്മൾ ചെയ്ത ഓപ്പറേഷൻ ആണ്. സോ ഇത് മാത്രമല്ല, ഈ കേസ് മാത്രമല്ലാതെ ഈ പറഞ്ഞ ഗൂണ്ടാ ഗാങ്സും ഇങ്ങനത്തെ ആക്ടിവിറ്റീസിനെതിരെയുള്ള ശക്തമായിട്ടുള്ള നടപടികളും ഈ അന്വേഷണം വളരെ ശക്തമായിട്ട് ഇവർ എല്ലാവർക്കും എല്ലാ കരുതൽ നടപടികളും പ്ലസ് എല്ലാവിധ പ്രോപ്പർ ആക്ഷൻസും ഉണ്ടായിരിക്കും. അത് മാത്രമല്ല നമ്മള് ഇതിന്റെ തുടരെയായിട്ട് ഒരുപാട് ഓപ്പറേഷൻസ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇനിയും ഇത് വളരെ ശക്തമായിട്ടും വളരെ പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് പോകും. ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയുണ്ട്. ആൻഡ് ഓൾസോ ഐ താങ്ക് ഓൾ ദ എൻറ്റയർ ഫോഴ്സ്, സൗത്ത് സോൺ പോലീസ്, എൻറ്റയർ ടീം, ഓൾസോ ദ മീഡിയ, ബിക്കോസ് yesterday ഇന്നലെ ഹസ്താക്യൂസ് പിടിച്ച തൊട്ട് എല്ലാ സ്ഥലങ്ങളിലും മീഡിയ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സോ ഇറ്റ് ഇസ് നോട്ട് ഓൺലി കൊല്ലം, ട്രിവാൻഡ്രം, കോട്ടയം, ആലപ്പുഴ അങ്ങനെ എല്ലാ ജില്ലയിലുള്ള മീഡിയ നമുക്ക് വളരെ സപ്പോർട്ടായിരുന്നു. ഈ വണ്ടി എസ്പെഷ്യലി മുണ്ടക്കയം പബ്ലിക് ആണ്. നമുക്ക് ഇതിന്റെ കൊല്ലത്തിലുള്ള പബ്ലിക്കും ശരി കോട്ടയത്തിലുള്ള പബ്ലിക്കും ശരി വളരെ, അതായത് കേരള പോലീസിന്റെ ഈ ഒരു ശക്തമായിട്ടുള്ള ആക്ഷനില് ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ള ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമാണ് പറഞ്ഞ 4 പേര് നമ്മൾ ലാസ്റ്റ് ചെയ്തത്. സോ ഐ താങ്ക് യു ഓൾ ദ പബ്ലിക് ആൻഡ് മീഡിയ ഫോർ ബീയിങ് വിത്ത് us and supporting us. ആൻഡ് ഈ നടപടികൾ ഇനി മുന്നോട്ട് പോകും. താങ്ക് യു. അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതുവരെ നമുക്ക് ഏകദേശം ഒരു 7-8 പ്രതികൾ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ ഈ പ്രോപ്പർ സൈബർ അനാലിസിസ് ഉണ്ടാവും. എല്ലാ ഫോൺ കോൺടാക്റ്റും ഇവർ പ്ലാനിങ് ഓപ്പറേഷൻ ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കും. ഇതിനായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ആരെങ്കിലും ഉണ്ട്, ഇതിന്റെ ബാക്കിൽ ഉള്ളവർ അങ്ങനെ യാരും ഇടാൻ പോകുന്നില്ല. സോ എവരിബഡി ആർ ഗോയിങ് ടു ക്യാച്ച്. സോ ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു എൻഡ് ഇറ്റ്.
ബാക്കിലോട്ട് പ്രതികളെല്ലാം ബാക്കി ഇരിക്കണം.